അസ്സലാമു നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും അമർത്തുക. ഇനി എൻ്റെ ചെറിയ കൃഷിയിടത്തിലേക്ക് പോകാം. എൻ്റെ കൃഷിയിടത്തിൽ പൂവൻവാഴ, പാളയംകുടൻ, ഞാലിപ്പൂവൻ, പിന്നെ ഒരു പ്രത്യേകതരം ഒരു വാഴ. ഇത് ഏത്തവാഴയുമല്ല പൂവൻവാഴയുമല്ല, ഒരു പ്രത്യേകതരം വാഴയാണ്. കണ്ടാൽ ഏത്തവാഴയുടെ പൂവൻവാഴയുടെ കായൻ്റെ വലിപ്പമുണ്ട്, എന്നാൽ തന്നെ അതിൻ്റെ ഏത്തവാഴയുടെ ടേസ്റ്റുമല്ല പൂവൻവാഴയുടെ ടേസ്റ്റ് അല്ലാത്ത ഒരു പ്രത്യേകതരം വാഴയാണ്. എൻ്റെ താഴത്തെ വീട്ടിലുണ്ടായിരുന്നിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കണ്ണ് ഞാൻ വീണ്ടും കുഴിച്ചിട്ട് റെഡിയായി വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഇത് മുരിങ്ങാക്കോലിൻ്റെ തൈയാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് വേറെ പ്രത്യേക സ്ഥലത്തു നിന്ന് ഒരാളെ എനിക്ക് തന്നതാണ്. ഇത് നമ്മൾ വച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളമായി. പിന്നെ നമ്മുടെ കൃഷിയിടത്തിൽ ആകെ ഉള്ളത് കപ്പ, ചേമ്പ്, പിന്നെ കപ്പങ്ങ നട്ടിട്ട് ഇതുവരെയും ഇത് 3-4 മാസമായ കപ്പയാണ്. ഈ തൈ ഇതേവരെ പൊങ്ങിയിട്ടില്ല. പിന്നെ എൻ്റെ കൃഷിയിടത്തിൽ പേര, റംബൂട്ടാൻ, മുള്ളൻ. കോവക്ക കൃഷിയാണ്. ഇതിൻ്റെ വലയൊക്കെ ഈ അടുത്ത ദിവസമാണ് നമ്മൾ കെട്ടിക്കൊടുത്തത്. കോവക്ക നേരത്തെ ഉണ്ടായിരുന്നു, അത് വീണ്ടും കട്ട് ചെയ്ത് നിർത്തിയിട്ട് പുതിയ ഇത് ഇടാൻ വേണ്ടി കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഒരു പ്രത്യേകതരം ചീരയാണ്. ഇതിൻ്റെ പൂവാണ് നമ്മൾ ഒൽത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കാക്കനാടുള്ള കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച് നട്ടേക്കുന്നതാണ്. പിന്നെ ഇവിടെ ധാരാളം ചേമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മധുരക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ വേറെ നിത്യഹരിത വഴുതന കുഴിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഇതൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വഴുതനങ്ങയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഗ്ലോബാലൊക്കെ വെറുതെ ഇതായിട്ട് കിടക്കുകയാണ്. മെയിനായിട്ട് വാഴക്കൃഷി, കപ്പ, ചേമ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ കൃഷിത്തോട്ടത്തിൽ ആകെയുള്ള ഇത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കപ്പ നമ്മൾ പറിക്കാൻ പോവുകയാണ്. ഒരു കപ്പ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പറിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കപ്പ വിളവെടുപ്പാണ്. ഇന്ന് ആകെ കപ്പ പറിച്ചതിൽ കിട്ടിയത് ആകെ മൊത്തം 5 കപ്പയാണ് കിട്ടിയേക്കുന്നത്. ഇന്നത്തെ വിളവെടുപ്പ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മുളക് നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ആകെ ചട്ടിയിൽ 2 മുളകും തൈ ഉള്ളൂ. ഒരു മുളകും തൈ
പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണത്. പാഷൻ ഫ്രൂട്ട്. റംബുട്ടാൻ്റെ തൈയാണ് മരം. ഈ കാണുന്നത് മൈസൂർ പേരയാണ്. പേരയുടെ ചെടിയാണ്. കാന്താരി മുളക്, പേര, നാരകം. സപ്പോട്ട. മുള്ളൻ ചക്ക. മാംഗോസ്റ്റ്. ലക്ഷ്മിത്തരു. മുള്ളൻ ചക്ക. പൂവ് നല്ലോണം ഇടുന്നുണ്ട്. ഇതുവരെയും ഇതുമ്മ കായ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മരം മൂക്കാത്തത് കൊണ്ടാണ് ഇതുമ്മ കായ ഉണ്ടാവാത്തത് എന്നാണ് പലരും പറയുന്നത്. ഇഷ്ടംപോലെ പൂവുകളും ഉണ്ടാകുന്നുണ്ട്. ഇത് അവക്കാഡോയുടെ തൈയാണ്. ഈ റംബുട്ടാൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇതുമ്മ ഉണ്ടാവുന്നത്. അധികം മധുരം കുറവാണ്, എന്നാൽ തന്നെയും കൊല കുത്തി ഒരുപാട് ഉണ്ടാകുന്ന ഒരു തൈയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി.